പ്രിയമുള്ളവരെ, തമിഴ്നാട് ഉടുമ്പൽപേട്ടയ്ക്ക് അടുത്തുള്ള ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ അവിടെ കുറച്ച് ആളുകളും മറ്റുമൊക്കെ കണ്ടപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചതാണ്. ഇപ്പൊ മൊത്തത്തിൽ അവർ തമ്മിൽ അടിയായി എന്നുള്ള അവസ്ഥയായി. എന്താണ് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞുകൂടെ എന്നാണ് ഇദ്ദേഹത്തിന്റെ വൈഫ് അവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വില്ലേജ് സഫാരി ഇപ്പോൾ ഉള്ളത് തമിഴ്നാട് ഉടുമ്പൽപേട്ടയ്ക്ക് അടുത്താണ്. ഇവിടെ ഒരു ആണ്ടിപ്പട്ടി എന്നുള്ളൊരു ഗ്രാമമാണ്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇവിടെ കുറേ ബൈക്കുകളും ആളുകളും തിരക്കും ഒക്കെ കണ്ടത്. അപ്പോൾ എന്താ സംഭവം നോക്കാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് നല്ല കാഴ്ചയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. നോക്കുമ്പോൾ ഇവിടെ കുറേ സവാരി വണ്ടികളുണ്ട്. നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്ന സവാരി വണ്ടികൾ, പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ ഒരു കിഴക്കൻ മേഖലകളിലും ഫുള്ളും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായും ഒരു എന്താണ് പറയുക, കാർഷിക ഗ്രാമമാണ്. ഇവിടെ കുറേ ചോളവും തീറ്റപ്പുല്ലും തെങ്ങും വയലുകളും നെൽവയലുകളും തെങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് കാളകൾ. അപ്പോൾ ഇവിടെ കാളയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രദർശനമോ മത്സരമോ എന്തോ നടക്കണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. സംഭവം ഇവിടെ നടക്കുന്നത് കാള ഓട്ട മത്സരമാണ്. അപ്പോൾ അതിനായിട്ട് കുറേ ഇതുപോലുള്ള സവാരി വണ്ടികളൊക്കെ പുതുതായി പണിയെടുപ്പിച്ച് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വന്നിട്ടുണ്ട്. അത് കണ്ടില്ല, അതിൽ അവരുടെ പേരടക്കം ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്, ആരുടെയാണ് വണ്ടി. നമ്മൾ ബൈക്കിലൊക്കെ നമ്മൾ ഇതിൻ്റെ ടയറ് വന്നിട്ട് നമ്മുടെ സൈക്കിൾ ടയർ പോലെ തന്നെയുള്ള ടയറാണ്. അതായത് റബ്ബർ കൊണ്ട് കവറിങ് കൊടുത്തിട്ടുള്ള ഒരു ടയർ ഒരു ഇത് കൊടുത്തിട്ട് ഇതൊക്കെ കണ്ടാൽ അറിയാം. അപ്പോൾ മരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും റബ്ബർ ഇട്ടിട്ടുണ്ട് ചുറ്റും. അപ്പോൾ റോഡിൽ കൂടെ ഓടാൻ പാകമാണ്. ഇതിന് ഒരുപാട് VVIPകൾ ഈ പരിപാടിക്ക് വരുന്നുണ്ട്, മന്ത്രി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കൂടിയുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് തമിഴ്നാട്ടുകാർക്ക് ഈ ഒരു ചടങ്ങിന്, അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ഉത്സവത്തിന്, അല്ലെങ്കിൽ ഈ ഒരു എന്താണ് കാള ഓട്ട മത്സരത്തിന്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു ബാരിക്കേഡ് പോലെ കെട്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ലൈനായി നിൽക്കുകയാണ്. ഓരോ കാളവണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സവാരി വണ്ടികൾ. അപ്പോൾ അവരുടെ ഊഴത്തിനനുസരിച്ച് ഇവരിങ്ങനെ നിൽക്കും. അപ്പോൾ ഊഴത്തിന് ടോക്കൺ എടുത്ത വണ്ടികളുടെ ടോക്കൺ അവിടെ പരിശോധിക്കുന്നുണ്ട്. അവർ പരിശോധിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണിക്കും, എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ടിക്ക് ചെയ്ത് പോകുന്നുണ്ട്. സൈഡ് നോക്കിയാൽ അറിയാം, ഫുള്ള് പാടങ്ങളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രധാന കവാടം, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ മെയിൻ സ്റ്റേജ്. ഇവിടെ നിന്നാണ് ഓട്ടം തുടങ്ങുന്നത്. പ്രധാനപ്പെട്ട മന്ത്രിമാരും മറ്റുമൊക്കെ ഇതിലുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ജനങ്ങളുണ്ട്. കണ്ട, ഇവിടെ ഈ ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇവരെ ഓടാൻ വിടുന്നത്. അപ്പോൾ ഓരോരുത്തർ ടോക്കൺ കൊണ്ട് കാണിക്കും, ഇതാ മഞ്ഞ കടലാസ് കാണിച്ചാണ്ടില്ലേ. അപ്പോൾ അയാൾ വന്നിട്ട് അതിൽ ഇവരെ അറ്റൻഡൻസ് പോലെ അവിടെ ടിക്ക് ചെയ്യും, ഈ ഒരു കാള വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ടിക്ക് ചെയ്യും. അപ്പോൾ ഒരു കാളയെ പങ്കെടുപ്പിക്കാൻ 1000 രൂപയാണ് ഇവർ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ ഒരു വണ്ടിയിൽ 2 കാള, അതായത് 2000 രൂപ വേണം ഒരു വണ്ടി ഓടിക്കാൻ. അങ്ങനെ എത്ര വണ്ടി വേണമെങ്കിൽ നമുക്ക് ഓടിക്കാം. പക്ഷെ ഒരു കാളയ്ക്ക് ഒരിക്കലേ പങ്കെടുക്കാൻ കഴിയുള്ളൂ, അതാണ് ഇതിന് പറയുക. പക്ഷേ യജമാനിന് എത്ര വണ്ടി വേണമെങ്കിലും ഓടിക്കാൻ കഴിയും. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ 2-3 സവാരി വണ്ടി ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കൊണ്ടുവരാം. പക്ഷേ കാളകൾ മാറണം. അപ്പോൾ 3 സവാരി വണ്ടി ഉണ്ടെങ്കിൽ 6 കാളകൾ വരണം. അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ട്, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ അവർ ഇത് എടുത്തിട്ടുണ്ട്, ചെയ്യുകയാണ്. അത് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രാക്ക് തുടങ്ങുന്നൊരു ഭാഗം. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇതിനെ നിർത്തും. അപ്പോൾ നല്ല അഗ്രസീവായിട്ട് നിൽക്കുന്ന കാളകളായിരിക്കും, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് കാളകളെ എത്തിച്ചിട്ടാണ് ഇവർ കൊണ്ട് നിർത്തുന്നത്. അങ്ങനെ കാളകളെ വണ്ടിയിൽ അവിടെ വെച്ച് കെട്ടും. ഇനിയാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. റേസിനുള്ള നിർദ്ദേശം കിട്ടിയതും പിന്നെ ഓടാൻ തുടങ്ങുകയാണ്. മുന്നും പിന്നെ നോക്കാതെയുള്ള ഓട്ടമാണ്. വളരെ സ്പീഡിലായിരിക്കും ഇത് ഓടുന്നത്. അതിനനുസരിച്ച് അവർ പുറകിൽ നിന്നിട്ട് അതിന് രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരുപാട് ജനങ്ങൾ ഇത് കാണാനെത്തിയിട്ടുണ്ട്. ഈ ഒരു നാട്ടിൽ നിന്ന് മാത്രമല്ല, പുറമേ നിന്നുള്ള നാട്ടിൽ നിന്ന് സ്ത്രീകൾ, കുട്ടികൾ, ഇതുണ്ടല്ലേ, കുട്ടികളൊക്കെ വളരെ ആവേശത്തോടെ വന്നെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഫിനിഷിംഗ് പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇതുപോലെ ഒരാൾ കൊടി പിടിച്ച് നിൽക്കും. ആ കൊടി കൃത്യമായിട്ട് താഴ്ത്തും. അതായത് കാളെ ഓടാൻ തുടങ്ങിയതിന് ശേഷം കൊടി താഴ്ത്തും. അവിടെ വെച്ചിട്ടാണ് ഇവർ ടൈം സെറ്റ് ചെയ്യുക. ടൈം സെറ്റ് ചെയ്യുന്നതൊക്കെ വളരെ രസമാണ്. അവർ ഇത്ര പോയിന്റ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് തന്നെയാണ് ടൈം സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ നോക്കിയാൽ അറിയാം, പഴയ ട്രാക്ടറിന്റെ ബോഡിയല്ല, അതിന്റെ എന്താ പറയുക, ലഗേജ് ഒക്കെ കൊണ്ടുപോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ട്രാക്ടറിന്റെ ബാക്ക് സൈഡാണ് അതാണ് അവർ ഒരു സ്റ്റേജ് പോലെ ആക്കി ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാളകളും ഇവിടെ വന്ന് നിൽക്കും, അതിനെ നല്ല അഗ്രസീവ് ആക്കും. എന്നിട്ട് അവരെ ഫ്രണ്ടിൽ നിന്ന് ആൾ മാറും. അതിന് ശേഷം അതിലേക്ക് ഡ്രൈവർ, കാളവണ്ടി ഓടിക്കുന്ന ആൾ ചാടിക്കയറി ഇരുന്നതും പിന്നെ ഇതിങ്ങനെ ഓടാൻ തുടങ്ങുകയാണ്. അവിടെ വെച്ചിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓരോ കാളയും ഓടും. ഇതിപ്പോൾ 1-2 കാളകളൊന്നുമല്ല. ഇപ്പം ഞാൻ അവിടെ എത്തുമ്പോൾ ഏകദേശം 11 മണിയുടെ അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ 400 കാളകൾ ഓടിയെന്നാണ് പറയുന്നത്. അപ്പോൾ 2000-ഓളം കാളകൾ ഇനി ഓടാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിസര പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ പരിസര സ്ഥലങ്ങളിലും മുഴുവൻ ഈ കാളകളുടെ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. തൊട്ടടുത്തുള്ള
എന്താ പറയുക ഈ ഇതുണ്ട് റോഡ്. അപ്പോൾ തൊട്ടടുത്തുള്ള പാടങ്ങളിലും ഒക്കെ ഈ കാളകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും, ഓടിയ കാളകളും ഓടാനുള്ള കാളകളും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ റോട്ടിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം കേട്ടോ, നല്ല ഇതിൻ്റെ കുളമ്പ് പറ്റിയിട്ടുള്ള അടയാളങ്ങൾ നമുക്ക് കാണാം. കാളകളൊക്കെ നല്ല സ്പീഡിലാണ് ഓടുന്നത്. അതുപോലെ തന്നെ വയസ്സായ ആളുകൾ ഒരുപാട് പേര് ഇത് കാണാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾ, യുവാക്കൾ, എല്ലാവരും, എല്ലാ വിഭാഗം ആളുകൾ ഇതുണ്ട്, വയസ്സായ സ്ത്രീകൾ എല്ലാവരും ഉണ്ട് ഇത് കാണാനായിട്ട് നിൽക്കുന്നത്. അവരുടെ കുടുംബത്തിൽ നിന്ന് വന്നവരായിരിക്കും ചിലവർ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഇവരുടെ ഒരു ഉത്സവം പോലെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവർ പൈസ കിട്ടി ഇത് പങ്കെടുക്കുകയാണെങ്കിൽ കൊടുക്കും. ഇതിൻ്റെ പ്രൈസ് സംഖ്യ പറയുന്നത് ഭീമമായ തുകയാണ്, ലക്ഷങ്ങളും ബൈക്കും അങ്ങനെയൊക്കെയാണ്. ഈ ബൈക്ക് ഇങ്ങനെ പോകുന്നുണ്ടോ, അതായത് ഈ കാളവണ്ടിയുടെ ഈ ഓട്ടത്തിന് ഏകദേശം 250 മീറ്ററിലേറെ ദൂരമുണ്ട്. അപ്പോൾ ആ ദൂരത്ത് നിന്ന് അടുത്ത കാളവണ്ടി ഓടാൻ വേണ്ടിയിട്ട് ഇതേ ഡ്രൈവറായിരിക്കും വരുന്നത്. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബൈക്കുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 2 ബൈക്ക് ഇതിൽ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അടുത്ത ആൾ വരും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാളകൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. 2 സൈഡ് കണ്ട സ്റ്റീൽ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. ആളുകൾ അകത്തേക്ക് പോയാലുള്ള അവസ്ഥ ഭയങ്കര ഭീകരമായിരിക്കും. കാരണം ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അതാണ് ഇത് കണ്ടു, അതിൻ്റെ കുളമ്പടിയുടെ ഇതാണ് ട്രാക്കിൽ മൊത്തം വന്നിരിക്കുകയാണ്. ആ റോട്ടിൽ മൊത്തം കുളമ്പ് കൊണ്ടിട്ട് പാടായിരിക്കുകയാണ്. അപ്പോൾ ഇത് അടുത്ത കാളവണ്ടി പോയി. അപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു രീതി. അതുപോലെ തന്നെ ഇത് ഫിനിഷിംഗ് പോയിൻ്റാണ്. നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണ്ടുപോലെ തന്നെ ഈ ട്രാക്ടറിൻ്റെ ലഗേജ് വരുന്ന ഭാഗത്ത് എന്താ പറയുക, ആ ഭാഗത്ത് അവർ 2 ക്യാമറയും മറ്റുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത്ര സെക്കൻഡ് ലോഡ് എത്തി എന്നൊക്കെ അറിയാനുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ക്യാമറയുണ്ട്. അതുപോലെ ഇവർ ന്യൂസ് ചാനലുകൾക്ക് ഇത് ലൈവായി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ പ്രാദേശികമായിട്ട് ലൈവായിട്ട് ഈ സാധനം വിടുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറേ പ്രേക്ഷകരുണ്ട്. ഇതിനകത്ത് മാത്രമല്ല പുറത്ത് കുറേ പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഈ പയ്യനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. യൂട്യൂബ് ചാനൽ ஃபர்ஸ்ட் டைம் இந்த வீடு உங்க பக்கத்துல? ஆமாங்க, உடமலை. இந்த ஃபுட் எல்லாம் கொடுக்குங்க கேள்விப்பட்டேன். ஃபுட் ஃப்ரீயா? அமௌண்ட் கொடுக்கணும். അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 1-2 കാര്യങ്ങൾ അവനോട് ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ ഇനി ഇത് ഫിനിഷിംഗ് പോയിന്റ് എന്നുള്ള കാഴ്ചയാണ്. അവിടെ നിന്ന് ദൂരത്തുനിന്ന് 250 മീറ്റർ ഉണ്ടാവും. ആ ദൂരത്തുനിന്ന് കാളകൾ ഓട്ടി വരികയാണ്. ഇത് ഉടുമൽപേട്ടയ്ക്ക് അടുത്താണ് ഇത് സംഭവം നടക്കുന്നത്. ഇവിടെ ഒരു ആണ്ടിപ്പെട്ടി എന്നുള്ള സ്ഥലമുണ്ട്. അതായത് മധുര ആണ്ടിപ്പെട്ടിയല്ല, ഇത് ചെറിയൊരു ഗ്രാമമാണ് ആണ്ടിപ്പെട്ടി. ആ ആണ്ടിപ്പെട്ടി റൂട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഓടി ഇവിടെ എത്തുമ്പോഴേക്കും ആ കാള സ്ലോ ആയിട്ടുണ്ടാവും. അതായത് ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞിട്ടാണ് എൻ്റെ എത്തുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മാറി നിൽക്കണം, ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കാൻ കഴിയില്ല, അത്ര സ്പീഡിലാണ് ഈ കാളകൾ വരുന്നത്. അപ്പോൾ ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഫിനിഷിംഗ് പോയിന്റിൽ 2 ട്രാക്ടറിൻ്റെ പെട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫുള്ള് ഇവർ എന്താ പറയുക, ഇത് ശാസ്ത്രീയമായി അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു റേസ് നടക്കേണ്ട ആ രീതിയിൽ തന്നെ ഇവർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് റേസുകൾ ഈ ഒരു മേഖലയിൽ ഒരുപാടായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയറിയാം, ക്യാമറമാൻ കണ്ടില്ലേ, ക്യാമറ, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള സെറ്റപ്പാണ്. ഫുള്ള് ഡിജിറ്റലായിട്ട് തന്നെയാണ് ഇവർ കാണിക്കുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ടൈം ഇത്ര സെക്കൻഡിൽ ഓടി എത്തി, ഒരു തർക്കത്തിനും വഴിയില്ല. ഈ കാളകളുടെ ഉടമസ്ഥർക്ക് അല്ലെങ്കിൽ റേസിൽ പങ്കെടുത്ത ആൾക്ക് ഇത്ര സെക്കൻഡ് ഓടിയെന്ന് കൂടുതൽ പറയാനൊന്നും കഴിയില്ല. കൃത്യമായ രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടറിയാം, ഫുള്ള് സ്ത്രീകൾ ഇഷ്ടം പോലെ വന്ന് പങ്കെടുക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള റേസുകളിലൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് കൂടുതൽ പുരുഷന്മാർ കേന്ദ്രീകരിച്ചിട്ടായിരിക്കുന്നത്. കാരണം പങ്കെടുക്കുന്നതിൽ ഭൂരിപക്ഷം പുരുഷന്മാരാണല്ലോ, ഇതിൽ സ്ത്രീകളൊന്നും പങ്കെടുക്കുന്നില്ല. പക്ഷെ കാണാൻ ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഇത്തരം കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാളപൂട്ടിലൊന്നും കാര്യമായിട്ട് സ്ത്രീകൾ വന്ന് നിൽക്കുന്നത് കാണില്ല. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ചിതലി പറഞ്ഞ സ്ഥലമുണ്ട്, കുഴമ്പം, പാലക്കാട് ജില്ലയിൽ. അവിടെ കാളപൂട്ടുണ്ട്. നമ്മൾ ചളിക്കണ്ടത്തിൽ പൂട്ടുന്ന കണ്ടിട്ടുണ്ടാകും നിങ്ങൾ, നല്ല ഫോട്ടോസൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയാണ്. പക്ഷെ അവിടെയൊന്നും സ്ത്രീകൾ അങ്ങനെ നമ്മൾ കാണില്ല, കാളപൂട്ട് കാണാനായിട്ട് വരില്ല. പരിസര പ്രദേശത്തുള്ള ഏതെങ്കിലും അമ്മമാരോ പണിക്ക് പോകണോ ആരെങ്കിലും വന്നല്ലാതെ അങ്ങനെ കാണില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കുടുംബ സമേതം വന്ന് കാണും. കാരണം ഇത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഇത് അടുത്തതിനെ അവർ റേസിന് സ്റ്റാർട്ടാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ റേസിന് സ്റ്റാർട്ടാക്കി നിർത്തുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നല്ല പ്രഷറിൽ ആ കാളയെ അടക്കി നിർത്തും 3-4 പേര് കാളകളെ. എന്നിട്ട് അതിനെ ബന്ധിക്കും, ഈ വണ്ടിയിൽ ബന്ധിക്കും. വണ്ടിയിൽ ബന്ധിച്ചതിന് ശേഷം
അതിലേക്ക് ഒരാൾ ചാടിക്കയറിയിരിക്കും. കണ്ട, ഇരുന്നതും ഇവർ മാറി ഇവിടെ നിന്ന് ഇവർ കണക്കാക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്തുനിന്നുള്ളൊരു ദൃശ്യം. നമുക്കവിടെ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു, ആളുകളൊക്കെ ശ്രദ്ധിക്കലും മറ്റുമൊക്കെ ആയിട്ട്. എങ്കിലും നമ്മളൊന്ന് എടുത്തതാണ്. ഇവിടെ നോക്കിക്കോളൂ, ഇവർ കയറിയിരിക്കും. കയറിയിരുന്ന് നമുക്ക് കാളയ്ക്ക് മനസ്സിലാവും. കണ്ട, ജസ്റ്റ് ഒന്ന് ഇതെടുത്ത് അത് ഓടാൻ തുടങ്ങും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഓടുന്ന കാളകൾ തന്നെ ആയിരിക്കാം, അതുകൊണ്ടാണ് അവയ്ക്ക് ഇതിൻ്റെ ഒരു. അപ്പോൾ ഇവർ കാളയെ കെട്ടിയിട്ടല്ല വരുന്നത്, കാളയെ കെട്ടാതെ കൊണ്ടുവന്ന് ഈ ഒരു വണ്ടിയിലേക്ക് കെട്ടുകയാണ് ചെയ്യുന്നത്. കെട്ടിയിട്ട് കൊണ്ടുവന്നാൽ ചിലപ്പോൾ അതിന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ കാളകളെയും ഇവർ കൊണ്ടുവരും, അതിൽ കെട്ടും, പിന്നെ അടിക്കും, പോവും. ഇത് തന്നെയാണ് രീതി ഇതിൻ്റെ. ഇവരുടെ ഈ ഒരു ടോക്കണിലുള്ള നമ്പർ, ഇവരുടെ പേര്, പിന്നെ ആ കാളകളെ കുറിച്ചൊക്കെ ഇവിടെ വിളിച്ച് പറയാറുണ്ട്. ചിലപ്പോൾ മുൻപ് പല റേസുകളിലും പ്രൈസ് അടിച്ച കാളകളുണ്ടാവും, അതിനെക്കുറിച്ചൊക്കെ അവർ വിളിച്ച് പറയും. അതുപോലെ ഓണറിൻ്റെ പെരുമയൊക്കെ ജസ്റ്റ് ഇവരിങ്ങനെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇത് ആ ഓണർമാർക്കും ഭയങ്കര ആവേശം ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മുടെ അവിടെ ഒരു ചൂതാട്ടം പോലെയാണോ ചോദിച്ചാൽ അന്ന് അങ്ങനെയല്ല. എങ്കിലും ഇവർ ഒരുപാട് പൈസ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ട് തന്നെയാണ്. കാരണം ഇവിടുത്തെ കർഷകർ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പോലെ ഇത്രയും കർഷകരൊന്നും അല്ല, വൻകിട കർഷകരാണ്. ഒരു 50 ഏക്കർ 60 ഏക്കർ അല്ലെങ്കിൽ 100 ഏക്കർ അതിന് മുകളിലുള്ള കർഷകരായിരിക്കും ഈ കാണുന്ന ആളുകൾ. ഫുള്ളും നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകളായിരിക്കും കേട്ടോ. വലിയ BMW കാറും ഒക്കെ വെച്ചിട്ടുള്ള ആളുകൾ. ഇതിന് കുറച്ചപ്പുറത്ത് പാർക്കിങ്ങിൽ കണ്ടു ഞാൻ, അടിപൊളി കാറും മറ്റൊക്കെ. ഇത് ഇനി ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ചിങ്ങനെ ഇറങ്ങണം. അപ്പോൾ ഞാനിവിടെ ഉച്ചയായി ഞാൻ ഇറങ്ങുമ്പോൾ എന്നിട്ടും കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് വണ്ടികൾ. ഇവർക്ക് ടൈം കൊടുത്തുണ്ടാവും വൈകുന്നേരം വരെ. അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ച് പറഞ്ഞത് ഇത് രാത്രി വരെ എങ്ങനെ നീണ്ടുപോകും, ചിലപ്പോൾ 7 മണി 8 മണിയൊക്കെ ആവും കഴിയാൻ. കാരണം അത്രയും കാളകൾ ഇങ്ങനെ വരും. അപ്പോൾ അത് ഓരോരുത്തരും പങ്കെടുപ്പിച്ച് പോകുമ്പോഴേക്കും അതിനുള്ള സമയമാകും. ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ മാത്രമാണ് ചെറിയൊരു ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവർ കാളവണ്ടിയുമായിട്ട് വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് ഇവർ പുറപ്പെട്ടു വരും. വണ്ടിയൊക്കെ വലിയ ടെമ്പോയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെട്ടിയോട്ടോറിക്ഷയിലോ കയറ്റിയായിരിക്കും ഇവർ കൊണ്ടുവരിക. അപ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു വണ്ടിയാണ് ഇതുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവർ ഇനി തിരിച്ചത് ഗ്രാമങ്ങളിലേക്ക് അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ വില്ലേജ് സഫാരിയിൽ ഇതുപോലുള്ള ഗ്രാമക്കാഴ്ചകൾ ഒരുപാട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കൂടെ കൂടുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കാഴ്ചകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.